ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഞങ്ങള് ജ്യോതിയെ വിളിച്ചില്ല. വിളിച്ച ആദിക്ക് സംസാരിക്കണമെന്ന് പറയും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് മോൾക്കറിയാലോ. അത് നന്നായി അമ്മേ. ആദ്യം മോൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാനിവിടെ തന്നെ ഇരിക്കാം. മനു, മോനൊന്നും കഴിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ കൊടുക്കാലോ. താനാ ഭക്ഷണങ്ങൾ. ആദ്യമോന്റെ പ്രശ്നം നിത്യാമ്മയെ കാണണമെന്നല്ലേ? നിത്യാമ്മയെ കാണാം. പക്ഷെ കാണുമ്പോ നിത്യാമ്മ ചോദിക്കില്ലേ, നിങ്ങളെന്താ ആദ്യമോന് ഭക്ഷണം കൊടുത്തില്ലേ, ആദ്യമോന്റെ മുഖത്തിന് തെളിച്ചില്ലല്ലോ എന്നൊക്കെ ഇല്ലേ? അപ്പോ ആദ്യമോൻ ഭക്ഷണം കഴിക്കും, എന്നിട്ട് നിത്യാമ്മ എടുത്ത് പോകാം. അത് പറ്റില്ല. ഇത് കഴിക്കുമോനെ. നിങ്ങൾ എന്തിനാ മോനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നേ? അവൻ കുറച്ചു കഴിയുമ്പോ കഴിച്ചോളും. എന്തായാലും ഇതൊക്കെ ശീലിച്ചല്ലേ പറ്റൂ. മനു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. മോന്റെ അടുത്തിരിക്കും. മോൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിഷമാവില്ലേ? ആരെയും വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിത്യാമ്മ പറഞ്ഞു തന്നിട്ടില്ലേ മോനോട്? അപ്പൊ നിത്യാമ്മ വേനിക്കുന്നതോ? ഞാൻ അടുത്തില്ലെങ്കിൽ നിത്യാമ്മ വേനിക്കില്ലേ? എന്താ അമ്മേ? കുഞ്ഞിന്റെ കാര്യമാ. കുഞ്ഞു വാശി പിടിച്ചിരിക്കുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ നിർത്താന്നൊന്നും പറയാൻ നിക്കണ്ട. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലേ അതിനെ നേരം ഉണ്ടാവും. അവൻ നമ്മളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരട്ടെ അമ്മേ. അവൻ പൊരുത്തപ്പെടും. എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറിയാലേ അവൻ പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. ഇത്രയും കാലം കുഞ്ഞു ജ്യോതിയുടെ കൂടെ ജീവിച്ചോ നിത്യയുടെ കൂടെ ജീവിച്ചോ എന്നതുള്ളതല്ല പ്രശ്നം. ഇനി ജീവിക്കേണ്ടത് ജ്യോതിയുടെയും നിന്റെയും കൂടെയാ. അതിന് ചെയ്യേണ്ടത് നിത്യയിൽ നിന്ന് കുഞ്ഞ് പൂർണ്ണമായിട്ട് അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. വല്ല താനെന്തിനോടെങ്കിലും നിർബന്ധം പിടിക്കണം. എന്ത് കാര്യത്തിനും ഇങ്ങനെ വെട്ടിമുറിച്ചതുപോലെ സംസാരിക്കാൻ പാടുണ്ടോ? വെട്ടേണ്ടത് വെട്ടേണ്ടപ്പ തന്നെ വെട്ടണം, മുറിക്കേണ്ടത് മുറിക്കേണ്ടപ്പ തന്നെ മുറിക്കണം. നിങ്ങൾ നോക്കിക്കോ, ഇത് എത്ര വലിയ അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നതെന്ന്. ഇപ്പൊ അതിന്റെ കൂടെ. അമ്മേ പ്ലീസ്, ആദ്യയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ആദ്യം ഞാൻ ഓക്കെ ആക്കി കൊണ്ടുവന്നോളാം. അതിനുവേണ്ടി ഞാൻ അവനോട് പറയുന്ന കാര്യങ്ങൾ അമ്മ ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട പ്ലീസ്. ആയിക്കോട്ടെ, ഞാനുള്ള കാര്യം പറയാലോ. ഈ കല്യാണം നടന്നപ്പോ മുതലുള്ള കാര്യങ്ങള് എനിക്ക് ഒട്ടും തൃപ്തിയായിട്ടില്ല. പറഞ്ഞ് താൻ അവനെ കൂടെ വെറുപ്പിക്കുമല്ലോ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാലേ ആ മക്കളെ പേടിക്കണമെന്നുള്ളതാ. എപ്പോഴാ ഭാര്യ വീട്ടുകാരോട് കൂറ് കാണിക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എടോ, താനൊന്നും മിണ്ടാതിരിക്കണം. നാട്ടു നടപ്പ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടെ അത് ഉണ്ടാവാതിരിക്കട്ടെ. എന്റെ ഭഗവാനെ.
കുടിക്ക. വേണ്ട അമ്മേ. മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് 2 പിടി വാരി തിന്നതല്ലേ ഉള്ളൂ. മനസ്സിനൊപ്പം ശരീരവും തളർന്നു പോണ്ട. ഇതങ്ങ് കുടിക്ക. കുടിക്കും മോളെ. മതി അമ്മേ. മോളെ, ഞങ്ങള് ജ്യോതിയെ വിളിച്ചില്ല. വിളിച്ച ആദിക്ക് സംസാരിക്കണമെന്ന് പറയും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് മോൾക്കറിയാലോ. അത് നന്നായി അമ്മേ. അവര് തമ്മിൽ സംസാരിക്കട്ടെ. വേറെ എവിടെയല്ലല്ലോ. അവനെ പ്രസവിച്ച അമ്മയുടെ അടുത്തല്ലേ. എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എന്റെ ജീവിതം സേഫാക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് വല്ല ഫലമുണ്ടോ? ഇതുവരെ എന്നെ ചതിച്ചൊരാളുടെ മുഖത്ത് നോക്കി 4 വാക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഞാനും കരുതി, ചുറ്റുമുള്ളവരെല്ലാവരും കരുതി, ഇതാ നിത്യ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദൈവം വെറുതെ ഇരിക്കൂ. ഭാരങ്ങള് വീണ്ടും എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നില്ലേ. ചുമക്കാൻ പറ്റാത്തത് എടുത്തു വെച്ച് തന്നില്ലേ. മതി. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം വെളുക്കുന്നത് വരെ നിർത്തില്ല. അത്രയ്ക്ക് വേദനയുണ്ട് നിന്റെ മനസ്സിൽ. മോളൊന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ പോയി കിടന്നു. വേണ്ട, ഞാനിവിടെ നിന്റെ കൂടെ തന്നെ ഇരുന്നോളാം. പേടിയിട്ടണോ? ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നു വിചാരിച്ചിട്ടാ? മോളെ,